എന്നാ ഇനി വൈകിപ്പിക്കണ്ട, നമുക്ക് തുടങ്ങാം. സിഗ്നൽ 11101. ഹലോ, സിഗ്നൽ 11101. ആദിവാൻ, ഇത് അർജുന. ആദി, നീ എവിടെയാ? പേടിക്കണ്ട, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മാമ വേഗം ചോദിക്കും, സിഗ്നൽ പറയുന്നുണ്ട്. ആദി, നീ വേറെ ആരെങ്കിലും അവിടെ കാണുന്നുണ്ടോ? ഹലോ, ഇത് ഞാൻ സജി. അവരുടെ കാര്യം ലോക്കാക്കിട്ടിരിക്കും. എനിക്ക് വയ്യ. സജി, അവിടെ വേറെ ആരാ ഉള്ളത്? ഒരുപാട് പേരുണ്ട്, കുറെ ചുവന്ന രൂപങ്ങൾ. നിങ്ങൾ അവരെ മുകളിലേക്ക് വരാൻ അനുവദിക്കരുത്. അയ്യോ, ആ പാലയുടെ വീട്ടുകൾ വലുതാകുന്നു. അതി വേഗം ഇരുട്ടിലേക്ക് പറയുന്നു. എനിക്ക് പേടിയാവുന്നു. എന്താ സംഭവിച്ചേ? പേടിക്കണ്ട, അത് വോൾട്ടേജ് കൂടിയപ്പോ സംഭവിച്ചായിരിക്കും. ആരും പേടിക്കും ബഹളമൊക്കെ ഒന്നും വേണ്ട. ഇവിടെ സേഫാണ്. എന്താ ഇവിടെ ഒരു സൗണ്ട് കേട്ടെ? എന്താ ഒരു കരിഞ്ഞ മണം? അത് വോൾട്ടേജ് കൂടിയപ്പോ മാമന്റെ റേഡിയോ കത്തിയതാ. എന്താ ചേട്ടാ, പരീക്ഷണം നടത്തിയെടുത്ത് ഇവിടെ മൊത്തം കത്തിക്കുവോ? ഞാൻ ആ KCB-കാരെ വിളിക്കട്ടെ, അല്ലാതെ ഈ വോൾട്ടേജ് പ്രശ്നം തീരൂല. വേണ്ട, വെറുതെ അവരെ വിളിക്കണ്ട. ഇത് ചെറിയ വോൾട്ടേജ് പ്രശ്നം. പിന്നെ എന്റെ റേഡിയോ ആണ് പഴയത്. ഇത് ഞാൻ നോക്കിക്കോളാം, നീ താഴോട്ട് പോയിക്കോ. കുട്ടിച്ചേട്ടാ, പിള്ളേരൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അദീനേന്റെ വീട്ടുകാരൊക്കെ എന്നെ വിശ്വസിച്ചിട്ടാണ് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെ. എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ? ഇത്ര ഡേഞ്ചർ ഒന്നല്ല ഈ FM സ്റ്റേഷൻ പരിപാടി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താഴെ പോയി നോർമലായി കൂളായിരിക്കണം. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാം. ഓക്കെ, എന്നാ പോക്കോ. എനിക്ക് ഈ റേഡിയോ ഒന്ന് അയച്ച് ക്ലിയർ ആക്കാണ്ട്. പിന്നെ ദേവോ, ലൈറ്റ് കൂടെ കിട്ടാതെ. മാമ എണീക്ക്. കാപ്പി കുടിക്ക്. എന്തായി മാമ, റെഡി ഒക്കെ ആയോ? ഓണായിട്ടില്ല. സിഗ്നൽ ബൂസ്റ്റ് ചെയ്യേണ്ട കയ്യിലെല്ലാം കത്തിപ്പോയെന്ന് തോന്നുന്നു. ബോർഡ് മാറ്റേണ്ടി വരും മിക്കവാറും. എന്നാ വേഗം മാറ്റാം, നമുക്ക് ഒട്ടും സമയമല്ല കളയാന്. അതിനു മുമ്പേ എനിക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു 10 മിനിറ്റ് പോരാ.
എടി അനു കരച്ചിൽ നിർത്തിയോ? അവളെ ശ്രദ്ധിച്ചില്ല ഉണ്ണിയാനിക്ക് സംശയം വരും കേട്ടോ. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നേക്ക് ആദ്യം മിസ്സായിട്ട് 2 ദിവസമായി. അതും ശരിയാ. ഈ റേഡിയോനെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിനക്ക് കുട്ടിമാമനെ ശരിക്കും അറിയാനായിട്ട് തോന്നണതാ. മാമൻ 6 വർഷം മുമ്പ് പട്ടാളത്ത് നിന്ന് റിട്ടയർഡായി വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ റേഡിയോ. അന്ന് ഇത് ഇതിലും മോശമായിരുന്നു. ഇന്നലെ മാമ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ആ ഭ്രാന്തന സയന്റിസ്റ്റ് എന്തോ കെമിക്കൽ പരീക്ഷണമാണ് അന്നത്തെ ബ്ലാസ്റ്റിന് കാരണം. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ആ പോർട്ടൽ അവിടെ ഉണ്ടായ. മേ ബി. പക്ഷെ അങ്ങനെ ആയിക്കൊള്ളൊന്നുമില്ല. പിന്നെ ഉണ്ണിമോക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തേ? മൂകാംബിക്ക് പോയ ചേട്ടനെ അവളെ വിളിച്ചിട്ട് കിട്ടണില്ല. ഏടത്തേമ്മനെ വിളിച്ചിട്ട് കിട്ടുന്ന അത്രേ. ഇനി അപ്പാപ്പിനോട് അങ്ങനെ അവരെ വിളിച്ചു നോക്കിയിട്ട് അന്വേഷിക്കാൻ എന്റെ പേടി. അതിന് സാധ്യത ഉണ്ട്. അതിനു മുന്നേ നമുക്ക് ആദ്യം തിരിച്ചു കൊണ്ടുവരണം. യെസ്. കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. ഇന്നലെ ഈ റേഡിയോ കേട്ടത് വെറും ഒരു ട്രെയിലർ മാത്രമാണ്. റേഡിയോ കേടാവുന്നതിന് തൊട്ടു മുന്നേ ആ സജി പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നോ? യെസ്. എന്തോ ചുമന്ന രൂപങ്ങളെ കുറിച്ചല്ലേ കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് അത് ലോകത്തെ റെഡ് എൻറ്റിറ്റീസ് ആയിരിക്കും. റെഡ് എൻറ്റിറ്റീസോ? അതെന്താ? സയൻസിൽ ഇതിനെ കുറിച്ച് ഞാൻ ചില തിയറികൾ വായിച്ചിട്ടുണ്ട്. മറ്റൊരു ഡയമെൻഷനിൽ ജീവിക്കുന്ന ഭയാനകമായ ചുമന്ന രൂപങ്ങൾ. ഇന്നലെ റേഡിയോയിൽ ആദ്യം പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അവിടുത്തെ ആകാശം ചുമപ്പായിരുന്നു എന്ന്. ആ തോട്ടത്തിലെ ചുമന്ന പാറയ്ക്കടിയിലെ പോർട്ടൽ മുഴുവനായിട്ട് തുറന്നാൽ അവർക്ക് നമ്മുടെ ലോകത്തിലേക്ക് വരാൻ പറ്റും. പിന്നെ അവർക്ക് ഭൂമിയിലെ മാഗ്നറ്റിക് ശക്തി മുഴുവൻ പിടിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ നടന്നാ പിന്നെ ഈ ലോകത്ത് എന്താ സംഭവിക്കുന്നത് പറയാൻ പോലും പറ്റൂല. അതിനൊക്കെ ഈ തിയറിയൊക്കെ ഇവിടുന്ന് കിട്ടുന്നത്? ഇതൊക്കെ ഉള്ളതാണോ? വായിച്ചുള്ള അറിവാണ്. പിന്നെ എനിക്ക് സയൻസ് റിസർച്ചൊക്കെ എൻ്റെ ഇഷ്ട വിഷയമാണ്. ഇതേപോലെ ഒരു പരീക്ഷണമുറി എൻ്റെ വീട്ടിലുണ്ട്. ഇതെല്ലാം ഒരു ഫിക്ഷനാണെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ആദ്യം മിസ്സാവുന്നവരെ. എടി, നീ സയൻസ് ഒന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. പിന്നെ നീ പറഞ്ഞവര് അവർ എന്ത് വലിയ ഐഡന്റിറ്റീസ് ആയാലും ആദ്യം നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എക്സാക്ട്ലി. ഒരു മിഷൻ തുടങ്ങിയ പിന്നെ അത് തീരാതെ ഈ അർജുനൻ കുട്ടി അതിന് പിന്മാറാറില്ല. ഈ റേഡിയോ ഞാൻ ഏറെക്കുറെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അന്ന് ചെയ്ത പോലെ ഇതിന്റെ സിഗ്നൽ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കണം. എനിക്ക് ആദ്യം മിസ്സായ സ്ഥലം വരെ ഒന്ന് പോകണം. അതൊക്കെ ഞങ്ങൾ സെറ്റാക്കിക്കോളാം മാമ. മാം പോയിട്ട് വാ.
ചേച്ചി എന്നാലും ഇവിടെ ഇടി വെട്ടിയതോ? ഇടിയൊന്നും വെട്ടിയിട്ടില്ല. പെട്ടെന്ന് വോൾട്ടേജ് കൂടി എന്തോ പൊട്ടുന്ന ശബ്ദവും കേട്ടു. അല്ല, അതിനുള്ളിലൊക്കെ കരിഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇത് റെഡിയാണ്. നീ വേറെ എന്തെങ്കിലും നോക്കണ്ടോ? വേറെ ആ ടിവിയും കൂടെ ഒന്ന് നോക്കോ. ഇന്നലെ മുതൽ സിഗ്നൽ കിട്ടുന്നില്ല. ഇതിന്റെ കണക്ഷനൊക്കെ കറക്റ്റാണ്. ചിലപ്പോൾ ഇത് കാറ്റടിച്ചപ്പോഴേ ഡിഷ് ചെരിഞ്ഞതായിരിക്കും. ഇവിടെ ഡിഷ് എവിടെ ഫിറ്റ് ചെയ്ത്? അത് മോളില് ആ ബാക്ക് സൈഡിലായിട്ടാ. അവിടെ നല്ല വെയിലമ്മ, പിന്നെ നോക്കിയാ പോരെ? അതെ, ഈ വെയിലത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു ഉണങ്ങി പോവും. നിങ്ങളല്ലല്ലോ വെയിൽ കൊള്ളുന്നത്, ഇവനല്ലേ? നീ പോയി നോക്കിട്ട് വേണം. മക്കൾ മറിക്കാൻ. അതെ, അർജുമാമൻ രാവിലെ കയറി നോക്കിയായിരുന്നു, ഡിഷിനൊരു കുഴപ്പമില്ല. എന്നിട്ട് സിഗ്നൽ കിട്ടുന്നില്ലല്ലോ. നിങ്ങള് TV മാത്രമല്ലേ നോക്കിയുള്ളൂ. പ്രശ്നം ഈ സെറ്റ് ഓഫ് ബോക്സിന്റെ അഡാപ്റ്ററിന്റെ ഇത് കത്തിപ്പോയി. ഇതിന് സപ്ലൈ ഇല്ല. അവിടെ ഇത് ചത്തിപ്പോയിട്ടുണ്ട്. അല്ല കുഴപ്പമില്ല, ഇനിയിപ്പോ ഡിഷ് നോക്കണ്ടല്ലോ. ഏതിന്റെ ഒരു ഇത് മാറ്റിയിട്ട് നാളെ കൊടുത്തരാം പുതിയത്. നാളെ തന്നെ വരുമോ? അത് അന്നത്തെ പോലെ ഒരാഴ്ച കഴിയോ? അപ്പൊ ഇന്നത്തെ എന്റെ സീരിയലും പോയി. ആ ഇലക്ട്രീഷ്യൻ പോയോ? ഓ പോയി. ഭാഗ്യത്തിന് ആ പൊട്ടന് ആ അഡാപ്റ്റർ സെറ്റ് ഓഫ് ബോക്സിന്റെ ആണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്റെ ഐഡിയ വർക്കായില്ലേ? യാ ഇതും കേടായി തോന്നുന്നു. ഇതിന് മെമ്മറി സ്റ്റോറേജ് ഉണ്ടോ? യെസ്. എന്തേ? യെസ്, ഇതിന് ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട്. ആ തോട്ടത്തിലോട്ട് പോകുന്ന വഴി അവൻ കുറെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെൽപ്ഫുൾ ആയ എന്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. എടി, ഇതിന്റെ മെമ്മറി കറപ്റ്റഡ് ആണ്. ചിലപ്പോൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി തട്ടിയതുകൊണ്ടാവാം. ഞാൻ എന്തായാലും ഇതിന്റെ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റുമോ? പേടിച്ചുപോയി. പിന്നെ എവിടെ ദിയാ? അമ്മ അവിടെ തുണി അലക്കുക. ഇവിടെ എന്താ പരിപാടി? നിങ്ങൾ ആദ്യം പോലെ ക്യാമറ റിക്കവർ ചെയ്യാം. നിങ്ങൾ വാല വെച്ചിട്ട് വാ. ഫോട്ടോസ് റിക്കവർ ആയി. ദേ നോക്കിയേ,